ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാർ റിമാൻഡിൽ. ജനുവരി 12 വരെയാണ് റിമാൻഡ് ചെയ്തത്. എ പത്മകുമാറിനൊപ്പം വിജയകുമാറും ഗൂഢാലോചന നടത്തി എന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈവശമുണ്ടെന്ന് തമിഴ്നാട് സ്വദേശി ഡി മണി പറഞ്ഞെന്ന് വിദേശ വ്യവസായി മൊഴി നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി കെ പി ശങ്കരദാസിലേക്കും എൻ വിജയകുമാറിലേക്കും അന്വേഷണം എത്താത്തതിൽ SITയെ വിമർശിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയതിലടക്കം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നായിരുന്നു എ പത്മകുമാറിന്റെ മൊഴി. ഇതോടെ അറസ്റ്റ് ഉറപ്പിച്ച എൻ വിജയകുമാർ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി വിജയകുമാർ കീഴടങ്ങിയതോടെ SIT അറസ്റ്റ് രേഖപ്പെടുത്തി. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് കീഴടങ്ങാൻ നിർദ്ദേശിച്ചുവെന്നാണ് വിജയകുമാർ പറഞ്ഞത്. താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും നിരപരാധിയാണെന്നും വിജയകുമാർ. കീഴടങ്ങിയതിന് പിന്നാലെ കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ വിജയകുമാർ പിൻവലിച്ചു. ഡി മണിയുടെ വാദങ്ങൾ പൊളിക്കുന്നതാണ് വിദേശ വ്യവസായിയുടെ വിശദമായ മൊഴി. പുരാവസ്തുക്കളിൽ താൽപര്യമുള്ളതിനാൽ ഡിണ്ടിക്കലിലെ ഡി മണിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് അമൂല്യ വസ്തുക്കൾ ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടത്. വിലപേശലിലുള്ള തർക്കം മൂലം അമൂല്യശേഖരം കാണാൻ കഴിഞ്ഞില്ലെന്നും കച്ചവടം നടന്നില്ലെന്നുമാണ് പ്രവാസി വ്യവസായിയുടെ മൊഴി. ഡി മണിയുടെ ഡി ഡയമണ്ട് അല്ലെന്നും ദാവൂദ് മണിയാണെന്നും ലോഹ കച്ചവടക്കാർക്കിടയിൽ മണി അറിയപ്പെടുന്നത് അങ്ങനെയാണെന്നും വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. ഡി മണിയെ SIT നാളെ ചോദ്യം ചെയ്യും. മറ്റു 3 പേരുടെ വിലാസത്തിലാണ് മണി ഫോൺ നമ്പറുകൾ എടുത്തിട്ടുള്ളത്. ഇവരോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവർക്കായി തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ SIT കസ്റ്റഡി അപേക്ഷ നൽകി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.